ഓക്കെ, അപ്പോൾ ഹലോ എവരി വൺ. നമ്മളങ്ങനെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എക്സാം ഓറിൻ്റെ ഒരു വീഡിയോ നോക്കാൻ പോവാണ്. യൂണിറ്റ് വൈസ് തന്നെ പോകാം. ഇതെല്ലാം കൂടെ ഒരൊറ്റ വീഡിയോ വയ്ക്കാൻ ഞാൻ മാന്ത്രികനൊന്നുമല്ല. നമുക്ക് യൂണിറ്റ് വൈസ് തന്നെ പോവാം. ഫസ്റ്റ് യൂണിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. നമ്മൾ വർഷങ്ങളായിട്ട് പഠിക്കുന്ന ഒരു തിയറിയാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഇന്നും പലർക്കും അറിയത്തില്ല എന്തിനാണ് ഇത് പഠിക്കുന്നത്, ഇതൊക്കെ പഠിച്ചിട്ട് ആവശ്യം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അത് അക്കൗണ്ടിങ് മൊത്തത്തിൽ എങ്ങനെയാണ് വേറെ കാര്യം. എന്നാലും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞ തിയറി നമ്മൾ വർഷങ്ങളായിട്ട് പഠിക്കുകയാണ്. ഓക്കെ, എന്നാലും നമുക്ക് ഇവിടെ വീണ്ടും ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത് അതിൻ്റെ മീനിങ് എന്താണ്, സ്കോപ്പ് എന്താണ്, നീഡ് എന്താണ്, ബെനിഫിറ്റ് എന്താണ്, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്, പിന്നെ ലിസ്റ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, അതൊക്കെ പഠിക്കുന്ന നടക്കാത്ത കാര്യം. ഇഷ്ടംപോലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇരുന്ന് കുത്തിയിരുന്ന് കാണാൻ പഠിക്കേണ്ടത് പോട്ടെ. പിന്നെ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും IFRSഉം ഒക്കെ കൂട്ടിമുട്ടുന്ന സ്ഥലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നു ഈ പറഞ്ഞ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഏതൊക്കെയാണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നോക്കി, ഇപ്പോൾ ഞാൻ സാധാരണ ചെയ്യും പോലെ അവസാന നിമിഷം കൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ബുദ്ധിമുട്ടിക്കത്തില്ല. സിമ്പിളായിട്ട് എന്നാൽ ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞു പോകുന്നുള്ളൂ. ഓക്കെ, ഇന്ത്യയിലുള്ള ബിസിനസ്സുകൾ അവരുടെ അക്കൗണ്ടിങ്ങിൻ്റെ റിപ്പോർട്ട് ഇറക്കുമ്പോൾ ഇത് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമുക്കിത് തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റണം. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ അയാൾക്കിപ്പോൾ നിലവിലുള്ള 2 സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഇരിക്കുമ്പോൾ അയാൾക്ക് അറിയേണ്ടത് ഏതാണ് ബിസിനസ്സാണ് ലാഭകരമായിട്ട് പോകുന്നതെന്ന് അറിയണം. അതിനുവേണ്ടി ഈ 2 ബിസിനസ്സിൻ്റെയും ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ എടുത്ത് ഈ പറഞ്ഞ മനുഷ്യനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അയാൾക്ക് എന്ത് പറയാൻ പറ്റണം? 2 കാര്യങ്ങളാണ്. 3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പറഞ്ഞിരിക്കുന്നത് ഫെയർ ആയിരിക്കണം. ഒരുമാതിരി അവർ ഭയങ്കര സംഭവമാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ചെയ്തെടുത്ത റിപ്പോർട്ടാവാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഈ 2 ഇതും ഒരേപോലെ തോന്നണം. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കമ്പയർ ചെയ്യാൻ എളുപ്പമാകത്തുള്ളൂ. നമ്മൾ സാധാരണ ഒരു ഇൻവെസ്റ്ററിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കമ്പനികൾ വർഷാവസാനം തരുന്ന അവരുടെ ഒരു വർഷത്തെ സാമ്പത്തിക പ്രവർത്തനത്തിൻ്റെ റിപ്പോർട്ടെന്ന് പറയുന്ന സാധനം ഫെയർ ആയിരിക്കണം, കമ്പയർ ചെയ്യാൻ പറ്റണം. ഇനി മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്, അത് കംപ്ലീറ്റ് ആയിരിക്കണം. ഒരു ഇൻവെസ്റ്ററിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അതൊരു സാധാരണക്കാരൻ തൊട്ട് എക്സ്പേർട്ട് ലെവൽ വരെ നോക്കുമ്പോൾ അവരറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? അതിൻ്റെ അകത്ത് പരാമർശിച്ചിട്ടുണ്ടാവണം. അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകാൻ പാടില്ല. നോ മെറ്റീരിയൽ ഫാക്ട് ഷുഡ് ബി അവോയ്ഡഡ് ഇൻ എ ഫിനാൻഷ്യൽ റിപ്പോർട്ട്. ഈ 3 കാര്യങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഉദ്ദേശം. നമുക്കിപ്പോൾ റോഡിൽ കൂടെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിലും വണ്ടി ഓടിക്കാമെങ്കിൽ ഏതാണ് തെറ്റ് ഏതാണ് ശരിയെന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ അത് തമ്മിലൊരു വേർതിരിവ് ഉണ്ടാക്കാനും, ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയപ്പോൾ ഇത് റോഡാണ്. ഓക്കെ, ഈ റോഡിൽ കൂടി ആദ്യം ഒരു വണ്ടി പോകുന്നു, രണ്ടാമതൊരു വണ്ടി പോകുന്നു. ഈ വണ്ടി എന്ത് റൂൾസ് ഫോളോ ചെയ്യുന്നു, എന്ത് റൂൾസ് ഈ വണ്ടി ഇരിക്കുന്ന ഡ്രൈവർ അറിയുന്നോ അതേ റൂൾസ് തന്നെയാണ് അതിന് ഫ്രണ്ടിൽ ഇരിക്കുന്ന വണ്ടി ഇരിക്കുന്ന ആളും അറിയുന്നത്. അതുകൊണ്ടാണ് ഈ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ഇയാൾ ഇടത്തോട്ട് തിരിയുമ്പോൾ ഇയാൾ ഇടത്തോട്ട് ഇട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ഇയാൾ ഇടത്തോട്ട് തന്നെ തിരിയുന്നത്. നേരെ തിരിച്ചായിരുന്നെങ്കിൽ രണ്ടും കൂട്ടിമുട്ടത്തില്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ കോമൺ ആയിട്ട് ഒരു പാർട്ടി കൂടെ പോകുന്ന ബിസിനസ്സുകൾ കോമൺ ആയിട്ട് ഒരേ റൂൾ ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ബിസിനസ്സുകൾ തമ്മിൽ കമ്പയർ ചെയ്യാനും ഈ ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ സഹായിക്കും. അങ്ങനെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് സുതാര്യമായി മാറുന്നു, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നായി മാറുന്നു. ഇതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഉദ്ദേശം. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് റിട്ടേൺ റൂൾസ് ആണ്. ഈ റൂൾസ് എന്ത് ചെയ്യുന്നു? ഈ എല്ലാവരും അക്കൗണ്ടിങ്ങിനെ റിപ്പോർട്ട് ചെയ്യുന്നതിന്, ഒരു രാജ്യത്തിൻ്റെ അകത്തുള്ള എല്ലാവരും അക്കൗണ്ടിങ് റിപ്പോർട്ട് ചെയ്യുന്ന ഏതാണ്ട് ഒരുപോലെ ആക്കി തരുന്നു. ഓക്കെ, 100% ഒരുപോലെ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. സ്റ്റിൽ നമുക്ക് നിയമം അനുശാസിക്കുന്ന രീതിയിലൊക്കെ ഈ പറഞ്ഞ പരിപാടി ചെയ്തു പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ടാമത് ചോദിച്ചിട്ടുള്ള സ്കോപ്പാണ്. സ്കോപ്പ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് എവിടെയൊക്കെ പ്രാവർത്തികമാവും എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രൂപീകരിച്ചിട്ടുള്ള എല്ലാ കമ്പനിയും ഇത് തന്നെ ഫോളോ ചെയ്ത് പോവും. അവിടെ നമ്മൾ നിർബന്ധിതമായിട്ട് പറഞ്ഞ ചില സ്ഥലങ്ങളുണ്ട്. അതായത് ഈ പറഞ്ഞ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നിർബന്ധിതമായിട്ടും ഫോളോ ചെയ്യേണ്ട ആൾക്കാർ ആരൊക്കെയാണ്? 2 കാറ്റഗറി പെടുത്താം. നമ്മുടെ ഒരു ബിസിനസ്, ഇന്ത്യയിലൊരു ബിസിനസ്സിനെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. ഒന്നുകിൽ അത് ലിസ്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ അത് അൺലിസ്റ്റഡ് ആയിരിക്കും. ലിസ്റ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഷെയർ നമുക്ക് ഷെയർ മാർക്കറ്റിൽ, ഇന്ത്യയിലെ ഷെയർ മാർക്കറ്റുകളായ NSEയിലും BSEയിലും വാങ്ങാൻ കിട്ടുന്നവയായിരിക്കും. ഇല്ലെങ്കിൽ എന്തായിരിക്കും? ഈ പറഞ്ഞ പോലെ അവിടെ ഷെയർ മാർക്കറ്റിൽ ഷെയർ വിൽക്കാത്ത കമ്പനി ആയിരിക്കാം. ഇനി ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണെങ്കിൽ, ഒരു ലിസ്റ്റഡ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ.
ഇനി അൺലിസ്റ്റഡ് കമ്പനി ആണെങ്കിലോ 250 കോടിയും താഴെ നെറ്റ്വർത്ത് ഉള്ളവരെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഫോഴ്സ് ചെയ്യത്തില്ല. പക്ഷേ 250 കോടിയും മുകളിലോ നെറ്റ്വർത്തുള്ള കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ നിയമപ്രകാരം ഉറപ്പായിട്ടും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. ഇനിയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പറഞ്ഞ മാൻഡേറ്ററി ആയിട്ടും ചെയ്യണമെന്ന് പറഞ്ഞ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില കമ്പനികളും കൂടെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഇത്രയും അറിഞ്ഞേക്കാം. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ മിനിമം മാത്രം ഞാൻ പറയുന്നു. മിനിമം എന്താ അറിഞ്ഞേക്കാം? അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആരൊക്കെ ഉറപ്പായിട്ടും ഫോളോ ചെയ്യണം? ലിസ്റ്റഡ് കമ്പനീസ് ഉറപ്പായിട്ടും ഫോളോ ചെയ്യണം. ലിസ്റ്റഡ് കമ്പനീസ് ആയാൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതായിരുന്ന പോലും. ഓക്കെ, അതിപ്പോൾ നമ്മുടെ ഗ്രോ, ഞാൻ ഇന്നലെയും കൂടെ ഒരു വീഡിയോ പറഞ്ഞുള്ളൂ. ഗ്രോ എന്ന് പറയുന്ന നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആപ്പ്, അവരിപ്പോൾ അത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അവരുടെ ഓഹരികൾ ഷെയർ മാർക്കറ്റിൽ വിൽക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന കമ്പനികളായിരുന്നാൽ പോലും എന്ത് ചെയ്യണം? ഈ പറഞ്ഞ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണം. ഇനി ലിസ്റ്റഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഫോളോ ചെയ്യണം. അൺലിസ്റ്റഡ് കമ്പനി 250 കോടിയുടെ താഴെ ഉള്ളവരെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫോഴ്സ് ചെയ്യുന്നില്ല. എന്നാൽ 250 കോടിക്ക് മുകളിൽ നെറ്റ്വർത്ത് ഉള്ളവർ ഉറപ്പായിട്ടും ഫോളോ ചെയ്യണം. അതാണ് അതിൻ്റെ മീനിങ്ങും സ്കോപ്പും. ഒരു മിനിമം ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നീഡ് ആൻഡ് ബെനിഫിറ്റ് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടൊരു സംഭവം വരുന്നു എന്നൊക്കെ ഉള്ളത്. ഞാൻ അതിൽ വലിയ എംഫസൈസ് കൊടുക്കുന്നില്ല. നമ്മൾ പൊതുവേ പറയുന്ന കാര്യങ്ങൾ എന്താ, നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് കമ്പയർ ചെയ്യാനുള്ളൊരു എളുപ്പം കിട്ടുന്നു, നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടത്ര ഇൻഫർമേഷൻ കിട്ടുന്നു, സുതാര്യത, ട്രാൻസ്പാരൻസി വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഏറ്റവും ബേസിക്കായിട്ട് ഈ കമ്പനി, ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ കുറിച്ചൊക്കെ ചിന്ത വരുന്നത് തന്നെ ഇൻവെസ്റ്റേഴ്സിനെ പറ്റിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ്. നമ്മുടെ സഹാറ ഗ്രൂപ്പിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ എന്തായിരുന്നു സത്യം കമ്പ്യൂട്ടേഴ്സിനെ പോലെയുള്ള വലിയ വലിയ സ്കാമുകൾക്ക് ശേഷമാണ് ഈ ചിന്തകൾ ശക്തമായി തുടങ്ങിയത് അല്ലേ. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റേഴ്സിനെ പറ്റിക്കുന്ന പരിപാടി നടക്കാതിരിക്കാനാണ് ഇത് വന്നതെന്നുള്ളത് കൊണ്ട് അതിൻ്റെ നീഡ് ഇമ്പോർട്ടൻസും അവരെ ഫോക്കസ് ചെയ്തിട്ടാണ്. അവർക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം, അവർക്ക് വിശ്വാസം തോന്നണം, അവരുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യണം, അവർക്ക് വേണ്ട ഇൻഫർമേഷൻ കിട്ടണം. ആ രീതിക്കാണ് ഇതിൻ്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഒക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടും, വിശ്വാസം കിട്ടും, ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൂടും, അങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് യൂണിറ്റ് 2 പോകാം. ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് പിന്നെ ഇതിൽ ഇൻക്ലൂഡഡ് എന്നാണ് ചോദിക്കുന്നത്. ബേസിക്കായിട്ട് ഒരു രാജ്യത്തിൻ്റെ, ഇപ്പോൾ ഇന്ത്യയിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നു, ഇന്ത്യയിൽ വരുമ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നതിൻ്റെ അകത്ത് 3 ആൾക്കാരാണ്, 3 ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ഓക്കെ, നമ്മുടെ CA പഠിപ്പിച്ച് CA പട്ടം കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, അതാണ് ICAI. പിന്നെ ഉള്ളത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. ഇനി മൂന്നാമതൊരാളും കൂടെ ഉണ്ട്, നമ്മൾ അധികം കേട്ട് പരിചയമില്ലാത്ത ഒരാളാണ്. പുള്ളിയുടെ പേരാണ് NFRA എന്ന് പറയും. ഓക്കെ, NFRA. ഈ 3 കൂട്ടരാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പരിപാടി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നിർമ്മിക്കുന്നതിലും മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും ഉൾപ്പെട്ടിട്ടുള്ള അവരുടെ കാര്യങ്ങളാണ് അതിൻ്റെ പിന്നിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താവും, ഒരു പ്രൊസീജിയർ പറയാം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ആൾക്കാരെ ഒന്ന് കൃത്യമായിട്ട് പരിചയപ്പെട്ടു പോകാം. പ്രൊസീജിയർ പോകുന്ന ഇങ്ങനെയാണ്. ഇതൊരു കഥ പോലെ മനസ്സിൽ ഓർമ്മ കാണട്ടെ. ഇൻ്റർനാഷണലി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു സ്റ്റാൻഡേർഡാണ് IFRS എന്ന് പറയുന്നത്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഗ്ലോബലി അക്സെപ്റ്റഡ് ആണ്. രാജ്യാന്തര തലത്തിൽ നോക്കുമ്പോൾ എല്ലാവരും ഫോളോ ചെയ്തൊരു പരിപാടിയാണ്. IFRSൻ്റെ അകത്ത് പലപ്പോഴും ഇങ്ങനെ വിളിച്ചു കൂട്ടി എന്ത് നടക്കും, ചേഞ്ച് നടക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ബിറ്റ്കോയിൻ പോലെയുള്ള സാധനങ്ങൾ അക്കൗണ്ടിങ്ങിനകത്ത് ഉൾപ്പെടും. അങ്ങനെ റീസെൻ്റായിട്ട് വരുന്ന ഓരോ ചേഞ്ച് വരുമ്പോൾ ഇവരിങ്ങനെ ഒരു കോൺഫറൻസ് വെച്ചിട്ട് ചേഞ്ച് വരുത്തണം എന്ന് പറയും. അപ്പോൾ ഈ IFRSൻ്റെ ചേഞ്ചാണ് യഥാർത്ഥത്തിൽ പുതിയ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വരുന്നതിനും അല്ലെങ്കിൽ നിലവിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റിവൈസ് ചെയ്യുന്നതിനൊക്കെ നമുക്കൊരു ആധാരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ IFRS എന്ത് ചെയ്യുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊരു മീറ്റിംഗ് വിളിച്ചിട്ട് ഇന്നൊരു സാധനം വന്നല്ലോ, നമുക്ക് ഇതിന് അക്കൗണ്ടിങ്ങിൽ ഉൾപ്പെടുത്തി, ഇപ്പോൾ AI വന്നു, AI ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു മാർഗ്ഗരേഖ കൊടുക്കണോ എന്നൊക്കെ പറഞ്ഞ് അവരിന്ന് ചർച്ച ചെയ്യും. അപ്പോൾ അവരെന്ത് ചെയ്യും, IFRSലൊരു ചേഞ്ച് ചെയ്യും. ഈ IFRSൽ വരുന്നൊരു ചേഞ്ച് നമ്മൾ ഇന്ത്യയിലെ ICAIയുടെ ഒരു പഠന വിങ്ങുണ്ട്. ഓക്കെ, ICAIയുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾക്ക് വേണ്ടി മാത്രമുള്ളൊരു വിങ്ങുണ്ട്. അതാണ് ഈ IASB, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡുണ്ട്. ഈ ബോർഡ് എന്ത് ചെയ്യും, ആ തീരുമാനങ്ങളെ ഇങ്ങോട്ട് ഒപ്പിയെടുക്കും. ആ തീരുമാനം എടുത്തു വെച്ചിട്ട് ചർച്ച ചെയ്യും. ഈ തീരുമാനം നമ്മളെ ബാധിക്കുന്നതാണോ, നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ അക്കൗണ്ടിങ്ങിനകത്ത് ഇത് ഉൾപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞ് ഇവർ ചർച്ച ചെയ്യും.
അങ്ങനെ ഇവരെന്ത് ചെയ്യും, ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു പുതിയ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വരുന്നതിലോ നിലവിലുള്ളതൊന്നും പുതുക്കുന്നതിൻ്റെയോ പ്രൊസീജിയർ ഇതാണ്. ഞാൻ ഒന്നും കൂടെ പറയുന്നു. നമ്മൾ എന്ത് ചെയ്യും, ഐഡൻറ്റിഫൈ ചെയ്യും. എവിടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യും? IFRSലുണ്ടായ ചേഞ്ചസ് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു ചേഞ്ചിൻ്റെ ആവശ്യമില്ലേ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. ആരാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? IASB ആണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അവർ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, അവർ തന്നെ സ്റ്റഡി നടത്തുന്നു. അവർ തന്നെ അതിനെക്കുറിച്ച് നല്ലൊരു രീതിയിൽ സ്റ്റഡി നടത്തി ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കും. ഐഡൻറ്റിഫൈ ചെയ്യുന്നു, സ്റ്റഡി നടത്തുന്നു. എന്നിട്ട് സ്റ്റഡിയിൽ നമ്മൾ എന്ത് കണ്ടെത്തുകയാണ്? ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലും ഈ പറഞ്ഞ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലെ ചേഞ്ച് റിഫ്ലക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയൊരു ഇത് വേണം, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വേണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് ഇവർ പ്രിപ്പയർ ചെയ്തു. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, സ്റ്റഡി ചെയ്തു, ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തു. ഇനി ഈ ഡ്രാഫ്റ്റിൻ്റെ മേൽ പബ്ലിക്കിൻ്റെ കമൻ്റ് എടുക്കും. പബ്ലിക് എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരനല്ല, ഈ ഇൻഡസ്ട്രിയൽ ഹെഡുകൾ അല്ലെങ്കിൽ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇതിനെക്കുറിച്ച് കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പോൾ നമ്മുടെ CA അവരൊക്കെ വിളിച്ചിട്ട് അവരുടെ മുമ്പിലേക്ക് ഈ ഡ്രാഫ്റ്റ് എത്തിച്ച് അവർക്കെല്ലാം ഒരു ടൈം കൊടുക്കും. ഈ ടൈമിനൊക്കെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും. അങ്ങനെ ഒന്ന് പറഞ്ഞ് തീരുമാനം ആയിക്കഴിഞ്ഞാൽ ഈ സാധനം, ഈ നമ്മളിപ്പോൾ കൊണ്ടുവന്ന ആ ഒരു സ്റ്റാൻഡേർഡ് ഒന്നുകിൽ എന്താ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ഒന്നുകിൽ ഒരു പുതിയ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൊണ്ടുവരാനായിരിക്കും, ഇല്ലെങ്കിൽ നേരത്തെ ഉള്ളൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ പുതുക്കാനായിരിക്കും. അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും ഈ തീരുമാനത്തിന് ഇപ്പം പബ്ലിക് നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IASB എങ്ങോട്ട് ഫോർവേഡ് ചെയ്യും? അവരുടെ ഹെഡായ IASB ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ്, അവരുടെ ഹെഡായ ICAIയിലേക്ക് ഫോർവേഡ് ചെയ്യും. ഓക്കെ, ICAIയിലേക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു, ഇതിനെ റിവ്യൂ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് NFRA എന്ന് പറയുന്നത്, നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി. ഓക്കെ, ICAI ഇത് എങ്ങോട്ട് കൊടുക്കും? NFRAയിൽ റിവ്യൂവിന് കൊടുക്കും. അവരാണ് നമ്മുടെ ഇന്ത്യയിലെ റിപ്പോർട്ടിംഗ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ വെച്ച് കൊണ്ടുപോകുന്നത്. NFRA ഇത് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങോട്ട് പോകും? നമ്മുടെ MCAയിലേക്ക് പോകും. MCA എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫെയർസ്. ഇങ്ങനെയാണ് ആ ഒരു സൈക്കിൾ പോകുന്നത്, ആ ഒരു സ്റ്റെപ്പ് പോകുന്നത്. IASB എടുക്കുന്നു, ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഇവിടെ നിന്ന് IFRSന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് പഠിച്ച് ഡ്രാഫ്റ്റ് ഉണ്ടാക്കി ICAയ്ക്ക് കൊടുക്കുന്നു, ICA അത് NFRAയ്ക്ക് റിവ്യൂവിന് കൊടുക്കുന്നു, NFRA ഓക്കെ പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫെയർസിന് കൊടുക്കുന്നു. അവർക്ക് മാത്രമേ, അല്ലാതെ നമുക്ക് വേറൊരു ബോഡി വിചാരിച്ചാൽ നടക്കത്തില്ല, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫെയർസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ത്രൂ ദ ഇന്ത്യൻ കമ്പനീസ് ആക്ട് ഈ പറഞ്ഞ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളത്തെ സ്കോപ്പ് പറഞ്ഞ കുറേ കമ്പനികളില്ലേ, അവരൊക്കെ നിർബന്ധമായിട്ട് ഇത് ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞ് പുതിയതായിട്ട് നമുക്കൊന്ന് എൻഫോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫെയർസിനെ കുറിച്ച് കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അവരാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് റിമെയിൻ ഇൻ ഇന്ത്യ ഫോർ സിറ്റിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇനി അതിൻ്റെ ലിസ്റ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ആപ്ലിക്കബിലിറ്റിയും പറയുന്നുണ്ട്. എല്ലാം ഇരുന്ന് കാണാതെ പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ വിചാരിച്ചു ഇത് മാത്രം ഒന്ന് പറഞ്ഞു പോവാം. അവർ കുറച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ, അത് മാത്രം പറഞ്ഞു പോവാം. അതുകൊണ്ട് നമുക്ക് മൊഡ്യൂൾ 1 റിവിഷൻ അവസാനിപ്പിക്കാം. ഓക്കെ, അത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നീഡ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട 3 വാക്കുകളുണ്ട്: റെക്കഗ്നൈസേഷൻ, മെഷർമെൻറ്റ് ആൻഡ് ഡിസ്ക്ലോഷർ. ഈ 3 കാര്യങ്ങളാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യം. ചില കാര്യങ്ങളെ എങ്ങനെ തിരിച്ചറിയാം? ഫോർ എക്സാമ്പിൾ, ഞാൻ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നു. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറഞ്ഞു തരും. ഫിക്റ്റീഷ്യസ് അസറ്റിനെ കുറിച്ച് സ്പെസിഫിക്കായിട്ട് സംസാരിക്കുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറഞ്ഞു തരും എന്താണ്, എന്തിനെയൊക്കെയാണ് ഞാൻ ഫിക്റ്റീഷ്യസ് അസറ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാത്തിനും നമുക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനൊന്നിനെ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. എങ്ങനെ ഒരു അസറ്റിനെ ഞാൻ ഫിക്റ്റീഷ്യസ് അസറ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന ആര് പറഞ്ഞുതരും? അതിനെക്കുറിച്ചുള്ള ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറഞ്ഞുതരും. രണ്ടാമത്തത് മെഷർമെൻറ്റ് എങ്ങനെയാണെന്നുള്ളത്, എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ മെഷർ ചെയ്യാൻ വ്യക്തത വരുത്തുന്നതും ഇവരായിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡിപ്രിസിയേഷൻ. ഓക്കെ, എല്ലായിടത്തും നമുക്ക് എല്ലാ പെർസെൻറ്റേജ് ഡിപ്രിസിയേഷനും സെയിം ആയിരിക്കണമെന്നില്ല. പല ഇൻകം ടാക്സിൻ്റെ ഈ പെർവ്യൂവിൽ വരുമ്പോൾ പലതും മാറി അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെന്നുള്ളത് ഡിപ്രിസിയേഷനെ കുറിച്ച് സംസാരിക്കുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറഞ്ഞുതരും. ഇനി ഡിസ്ക്ലോഷർ, എന്തൊക്കെ ഇൻഫർമേഷൻ നമ്മൾ ഉറപ്പായിട്ടും ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളത്
അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് നീഡ്. ഞാനിത് പറഞ്ഞതിനുള്ള കാരണം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 പറയുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് അറിയാമോ? ഡിസ്ക്ലോഷറിനെ കുറിച്ചാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നേ, ഞാനതൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1, 2, 4, 5, 9 ഒന്ന് ഡെപ്തിൽ നോക്കാൻ പോവാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 പറയുന്നത് ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. നമ്മൾ നമ്മുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതൊക്കെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണോ ഏതൊക്കെ അക്കൗണ്ടിങ് പോളിസീസ് ആണോ നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത്, അത് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണമെന്നാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 പറയുന്നത്. അതായത് നമ്മൾ പലതും ചെയ്യാൻ പല മെത്തേഡ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഡിപ്രിസിയേഷന് തന്നെ നമുക്ക് 2-3 മെത്തേഡുകളുണ്ട്. അതിൽ ഒരു മെത്തേഡായിരിക്കും നമ്മൾ എടുക്കുന്നത്. ആ മെത്തേഡ് എടുത്തതിന് പിന്നെ എന്തെങ്കിലും ഒരു കാരണം കാണാം. അപ്പം അങ്ങനെ നമ്മൾ ഏതൊക്കെ അക്കൗണ്ടിങ് പോളിസി നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ, സ്പെസിഫിക് ആയിട്ട് നമ്മളൊരു അക്കൗണ്ടിങ്ങിന് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടോ, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ റിപ്പോർട്ടിൻ്റെ അകത്ത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവണമെന്നാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 പറയുന്ന ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2ലേക്ക് പോവുകയാണെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 പറയുന്നത് എന്താണെന്നറിയോ? എങ്ങനെയാണ് ഇൻവെൻട്രീസിൻ്റെ വാല്യൂ കണ്ടെത്തുന്നത്? നമ്മുടെ ബിസിനസ്സിലിരിക്കുന്ന സ്റ്റോക്കിൻ്റെ വാല്യൂ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരുപാട് ചോദ്യങ്ങൾ അതിൻ്റെ മുമ്പിൽ കയറി വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു ഇൻവെൻട്രിയുടെ വാല്യൂ കണ്ടെത്തുന്നത് എന്നാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 പറഞ്ഞു തരുന്നത്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. വളരെ ഡീറ്റെയിൽ, ഒരു നിയമം പറയുന്നത് പോലെ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ബേസിക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പറയുന്നത് എന്താണ്? ഒന്നുകിൽ അതിൻ്റെ കോസ്റ്റ്, ഇല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ ഏതാണോ ലോവസ്റ്റ് അതിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഈ പറഞ്ഞ ഇൻവെൻട്രീനെ വാല്യൂ ചെയ്യാനെന്നാണ് പറയുന്നത്. നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ള, അല്ലേ, നമ്മൾ ഒരുവിധം അക്കൗണ്ടിങ്ങിനെ കുറിച്ച് ധാരണ ഉള്ളവരെല്ലാം കേട്ടിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്കിനെ നമ്മൾ വാല്യൂ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഒന്നുകിൽ അത് വാങ്ങിയ വില, ഇല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള മാർക്കറ്റ് വില. മാർക്കറ്റ് വില എന്നല്ല നിയമം പറയുന്നത്, നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്നൊക്കെയാണ് പറയുന്നത്. അതിന് ഈ നിയമമുണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഒരു റൂൾ ആയതുകൊണ്ട് അവന് അതിൻ്റേതായ ഒരു ടെർമിനോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ഞാൻ എന്നാലും നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുകയാണ്. കോസ്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഏതാണോ ഏറ്റവും കുറവ് അതിൽ വേണം എന്ത് ചെയ്യാൻ? ഇൻവെൻട്രീസിനെ, നമ്മുടെ കയ്യിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്കിന് വാല്യൂ ചെയ്യാനെന്നാണ് ആര് പറയുന്നത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 പറയുന്നത്. ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3ലേക്ക് പോവാം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 ഇവിടെ പറയുന്നില്ല അല്ലേ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 4 മതി. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 4 പറയുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് എൻഡ് ചെയ്യുന്ന ഒരു ഡേറ്റ് ഉണ്ട്. അല്ലെങ്കിൽ അതിന് സത്യം പറഞ്ഞാൽ കൃത്യം ഒരു ഡേറ്റ് ബാലൻസ് ഷീറ്റിന് ഇല്ല എന്നതാണ് നിയമം. കാര്യം എന്ന് നമുക്ക് വേണമെങ്കിലും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ആസ് ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ് ആണല്ലേ, എൻഡ് ഓഫ് ആൻ ഇയർ അങ്ങനെയല്ല പറയുന്നത്. ബാലൻസ് ഷീറ്റ് നമുക്ക് എന്ന് വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് പൊതുവെയുള്ള നിയമം. എന്നാൽ ഇയർ എൻഡിലാണ് പൊതുവെ ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 4 പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കിയ ഡേറ്റിന് ശേഷം നടന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അപ്പോഴും നമ്മൾ അസറ്റ് ലയബിലിറ്റിക്കൊക്കെ ചേഞ്ച് വരാമല്ലോ, അതിനെങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 4 പറയുന്നത്. ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 5 എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ ഓരോന്നും കൃത്യമായി പഠിക്കാൻ തന്നെ കാണാതെ പഠിക്കേണ്ടി വരും. ജസ്റ്റ് ഇത് പറഞ്ഞുകൊണ്ടൊന്ന് അറിയാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 5 പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? പിന്നെ ചില പ്രത്യേക ഐറ്റംസിനെ കുറിച്ച്. അപ്പം നമ്മളിത് എന്താ പറയുക, എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതിനെങ്ങനെ ഡീൽ ചെയ്യും? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളൊരു പോളിസി, ഇപ്പോൾ നമ്മുടെ ഡിപ്രിസിയേഷൻ്റെ തന്നെ ഒരു ഇത് എന്ത് ചെയ്യുന്നു, മെത്തേഡ് ചേഞ്ച് ചെയ്യും, അപ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 5 പറയുന്നത്. ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 9 അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. റവന്യൂ റെക്കഗ്നൈസേഷൻ. നമ്മളൊരു കോൺസെപ്റ്റ് പറയുന്നുണ്ടല്ലേ, റവന്യൂ റെക്കഗ്നൈസേഷൻ. അതായത് ഒരു ബിസിനസ് എപ്പോഴാണ് അവരുടെ റവന്യൂ കിട്ടിയതായി മാർക്ക് ചെയ്യേണ്ടത്, റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതായത് ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യുന്നു, ഈ മാസം 1-ാം തീയതി എനിക്ക് ഓർഡർ കിട്ടുന്നു, 2-ാം തീയതി അവരെനിക്ക് പൈസ തരുന്നു, ഞാൻ സാധനം കൊടുക്കുന്നത് 4-ാം തീയതിയാണ്. 1-ാം തീയതിയാണോ 2-ാം തീയതിയാണോ 4-ാം തീയതിയാണോ എനിക്ക് റവന്യൂ കിട്ടിയെന്ന് ചോദിച്ചാൽ, എന്നാണോ ആക്ച്വൽ ഗുഡ്സിൻ്റെ എക്സ്ചേഞ്ച് നടന്നത് അപ്പോഴേ നമുക്ക് എന്ത് കിട്ടിയെന്ന് പറയാൻ പറ്റത്തുള്ളൂ, റവന്യൂ കിട്ടിയെന്ന്, അല്ലെങ്കിൽ അപ്പോഴാണ് നമ്മൾ റവന്യൂ റെക്കഗ്നൈസ് ആയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 9 പറയുന്നത്. ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 പറയും, നമ്മൾ എംകോമിനൊക്കെ പഠിച്ചിട്ടുള്ള സാധനമാണ് 10 PPE എന്ന് പറയും. PPE കിറ്റല്ല, PPE പ്ലാന്റ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെൻറ്റ്സ്. നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്തുള്ള പ്ലാന്റിനെയും പ്രോപ്പർട്ടിയെയും എക്യുപ്മെൻറ്റ്സിൻ്റെയും കുറിച്ചാണ് പറയുന്നത്. എന്താണ് പറയുന്നതെന്ന് ചോദ്യത്തിന് നമ്മൾ നേരത്തെ അക്കൗണ്ടിങ്ങിൻ്റെ നീഡ് പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. എന്താണ്? റെക്കഗ്നൈസേഷൻ, മെഷർമെൻറ്റ് ആൻഡ്
ഡിസ്ക്ലോഷർ. എല്ലാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഒരു പെർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ ഈ 3 സംഭവം പറയുന്നത്. എങ്ങനെ ഒരു സാധനത്തെ റെക്കഗ്നൈസ് ചെയ്യാം? ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ എന്തിനൊക്കെയാണ് പ്ലാന്റ് ആയിട്ടും പ്രോപ്പർട്ടി ആയിട്ടും എക്യുപ്മെൻ്റ് ആയിട്ടും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുക, അവരെ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും, എങ്ങനെ അതിനെ വാല്യൂ ചെയ്യും, അതിൻ്റെ ഡിപ്രിസിയേഷൻ എങ്ങനെ കൊടുക്കും എന്നുള്ള കാര്യങ്ങൾ ഡിസ്ക്ലോഷർ. നമുക്ക് ബിസിനസ്സിന് പ്ലാന്റും പ്രോപ്പർട്ടി എക്യുപ്മെൻറ്റും ഉണ്ടെങ്കിൽ അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതും കൂടെ ഈ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആയിരിക്കും പറയുന്നത്. ഡെപ്തിൽ പോകാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ബേസിക്കലി മനസ്സിലാക്കുക. ഫൈനലി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 29. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 29 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 3 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ പ്ലാന്റ് പ്രോപ്പർട്ടി എക്യുപ്മെൻറ്റ് പറഞ്ഞതുപോലെ നമ്മൾ ബിസിനസ്സിന് വരാറുള്ള സാധനങ്ങളാണ്. എന്താണെന്ന് പറഞ്ഞത്? പ്രൊവിഷൻസ്, കണ്ടിജൻറ്റ് ലയബിലിറ്റി, കണ്ടിജൻറ്റ് അസറ്റ്സ്. ഈ 3 കാര്യങ്ങളുടെ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ എന്ത് കാര്യങ്ങളാണ്? ഈ 3 കാര്യങ്ങളെ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാം, എങ്ങനെ മെഷർ ചെയ്യാം, എങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാം. ഈ 3 സംഭവം നിങ്ങൾ മറന്നുപോലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിസിനസ്സിനകത്തുള്ള പ്രൊവിഷൻസിനെയും കണ്ടിജൻറ്റ് ലയബിലിറ്റികളെയും കണ്ടിജൻറ്റ് അസറ്റുകളെയും എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാം, എങ്ങനെ മെഷർ ചെയ്യാം എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ബേസിക്കലി നല്ലൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നീഡ് എന്താണ്, ആരൊക്കെ ചേർന്നാണ് ഇന്ത്യയിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ പ്രൊസീജിയർ എന്താണ്, പിന്നെ കുറച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ പറഞ്ഞു പോയി. ഓക്കെ, അപ്പോൾ IFRS അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്മൾ എന്തൊക്കെ വേണ്ടത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നോക്കുക, സിമ്പിളായിട്ട് ഇത്രയും തീരെ അറിഞ്ഞേക്കുക. ഉറപ്പായിട്ട് ചോദിക്കില്ല കേട്ടോ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാറില്ല, ഉറപ്പായിട്ടും കാണും. ഈ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇനി അങ്ങോട്ടുള്ളതെല്ലാം കണക്കാണ് മാക്സിമം, എന്നാലും തിയറിക്ക് ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ഈ ഒരു പേപ്പർ. ഓക്കെ, നമുക്ക് മാക്സിമം നോക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.